പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 20. പ്രധാന വാർത്തകൾ. ഒമാനിലെ പ്രഥമ തൊഴിലാളി ഗ്രാമം നിർമ്മാണം പൂർത്തിയാകുന്നു. ബർഖ വിലായത്തിൽ ഖസായിൻ നഗരത്തിലാണ് തൊഴിലാളികൾക്ക് മാത്രമായി പ്രത്യേകം താമസയിടങ്ങൾ ഒരുങ്ങുന്നത്. 90% നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതായും ഈ മാസം പകുതിയോടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു. 22 മാസമെടുത്താണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. 55,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 25 ദശലക്ഷം റിയാൽ ചെലവിലാണ് തൊഴിലാളി ഗ്രാമം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ആരോഗ്യപരവും സുരക്ഷിതവുമായ താമസ സൗകര്യം തൊഴിലാളികൾക്ക് ലഭ്യമാക്കുന്നതാണ് പദ്ധതിയെന്ന് ഖസായിൻ എക്കണോമിക് സിറ്റി CEO എഞ്ചിനീയർ സാലിം ബിൻ സുലൈമാൻ അൽ ദുഹ്ലി പറഞ്ഞു. വിനോദ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഖസായിനിലെ തൊഴിലാളി ഗ്രാമത്തിലുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒമാനിൽ താപനില ഉയരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ തലസ്ഥാന നഗരിയുടെ സമീപ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില രേഖപ്പെടുത്തിയത്. ഏറ്റവും ഉയർന്ന താപനില ബർക്കയിലാണ് റിപ്പോർട്ട് ചെയ്തത്, 42.6 ഡിഗ്രി സെൽഷ്യസ്. റുസ്താക്കിൽ 42.5 ഡിഗ്രി, സുവൈക്ക്, വാദി അൽ മആവി 42.3 ഡിഗ്രി, ആമിറാത്ത് 41 ഡിഗ്രി എന്നിവയാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയ പ്രദേശങ്ങൾ. കുറഞ്ഞ താപനില ജബൽ ഷംസിലായിരുന്നു, 17 ഡിഗ്രി സെൽഷ്യസ്. സൈക്കിൾ 26 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. മുഴുവൻ ഗവർണറേറ്റുകളിലെയും ശരാശരി താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്നും സിവിൽ ഏവിയേഷൻ വിഭാഗം കാലാവസ്ഥാ കേന്ദ്രം റിപ്പോർട്ടിൽ വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ താപനില വീണ്ടും ഉയരുമെന്നാണ് റിപ്പോർട്ട്. ജൂൺ ആദ്യവാരം മുതൽ ദോഫാർ ഒഴികെയുള്ള ഗവർണറേറ്റുകളിൽ ചൂടുയരും. ആഗസ്റ്റ് അവസാനം വാരം വരെ ഈ നിലയിൽ തുടരുകയും ചെയ്യും. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. അൽ വുസ്ത ഗവർണറേറ്റിൽ അനുമതിയില്ലാതെ പ്രവർത്തിച്ച ഹോട്ടലുകൾക്കെതിരെ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം നടപടി സ്വീകരിച്ചു. 32 സ്ഥാപനങ്ങളാണ് നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയത്. അതേസമയം അനധികൃത ഹോട്ടലുകൾ, ഗസ്റ്റ് ഹൗസുകൾ, ലോഡ്ജുകൾ, ടൂറിസം സ്ഥാപനങ്ങൾ എന്നിവയുടെ ഉടമകൾക്കെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ്. നിയമം ലംഘിച്ചുള്ള ഇത്തരം സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. നിയമ നടപടികൾ ഒഴിവാക്കുന്നതിന് ആവശ്യമായ അനുമതികൾ ഉറപ്പുവരുത്തണമെന്നും പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. പിഴ ഉൾപ്പെടെയുള്ള ശക്തമായ ശിക്ഷാ നടപടികളുള്ള നിയമലംഘനങ്ങളാണിതെന്ന് മന്ത്രാലയം അധികൃതർ ഉണർത്തി. ഹോട്ടലുകൾ, ഗസ്റ്റ് ഹൗസുകൾ, ലോഡ്ജുകൾ, ടൂറിസം സ്ഥാപനങ്ങൾ എന്നിവയിൽ ടൂറിസം ലൈസൻസ് നമ്പർ പ്രദർശിപ്പിക്കണമെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം പ്രസ്താവനയിൽ ഉണർത്തി. ഇത്തരം സ്ഥാപനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുമ്പോഴും ലൈസൻസ് വിവരങ്ങൾ വ്യക്തമാക്കണം. സഞ്ചാരികൾക്ക് സ്ഥാപനങ്ങൾ വ്യക്തമാകുന്നതിനും ഇവയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഇത് ഗുണം ചെയ്യും. ഒമാനിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് യാത്ര ഉദ്ദേശിക്കുന്നവർക്കായി ICF ഒരുക്കുന്ന വിപുലമായ ഹജ്ജ് ക്യാമ്പ് ഈ മാസം 25 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ റൂവി അൽ കൗസർ മദ്രസയിൽ നടക്കും. ICF ഒമാൻ നാഷണൽ പ്രസിഡന്റ് ഷെഫീഖ് ബുഖാരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ക്യാമ്പ് ICF ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി നിസാർ സഖാഫി ഉദ്ഘാടനം ചെയ്യും. കലാ മസ്കത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കേരളീയം 2024 സമാപിച്ചു. റൂവി അൽ ഫലജ് ഗ്രാൻഡ് ഹാളിൽ നടന്ന സാംസ്കാരികോത്സവത്തിന് സാക്ഷികളാകുവാൻ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് എത്തിയത്. പരിപാടികൾ കേരള സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ബോർഡ് അംഗം ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഉപ്പള, ലോക കേരള സഭാ അംഗവും പ്രവാസി ക്ഷേമനിധി ഡയറക്ടറുമായ വിൽസൺ ജോർജ്, ഉടമ സുരേന്ദ്രൻ, മലയാളം മിഷൻ ഒമാൻ ചാപ്റ്റർ പ്രസിഡന്റ് സുനിൽ കുമാർ, പ്രദീപ് പണിക്കശ്ശേരി എന്നിവർ ചടങ്ങിൽ സന്നിധരായിരുന്നു. KCL ചാമ്പ്യൻസ് ലീഗ് 2024 ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഫിഫ മബേല ജേതാക്കളായി. ഫൈനലിൽ സ്മാഷേഴ്സ് FCയുമായി സമനില പാലിച്ചതിനാൽ ട്രൈ ബ്രേക്കറും അതിലും സമനില പാലിച്ചതോടെ ടോസിലൂടെ വിജയികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. സ്മാഷേഴ്സ് റണ്ണേഴ്സായി. യുണൈറ്റഡ് കേരള സെക്കൻഡ് റണ്ണേഴ്സും നെസ്റ്റോ FC തേർഡ് റണ്ണേഴ്സുമായി. കളിയിലുടനീളം മികച്ച കളി കാഴ്ചവെച്ച സ്മാഷേഴ്സ് FC താരം ഷിബു പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായും മികച്ച ഗോൾ കീപ്പറായി ഫിഫ മബേലയുടെ ഗോൾ കീപ്പർ നിസാമിനെയും മികച്ച പ്രതിരോധ താരമായി സ്മാഷേഴ്സ് FCയുടെ നിഖിലിനെയും തിരഞ്ഞെടുത്തു. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ട് ടോപ്പ് 10 ബർക്കയുടെ താരം ഇജാസ് സ്വന്തമാക്കി. ഫൈനലിലെ മികച്ച താരമായി ഫിഫ മൊബൈലയുടെ സഹീറിനെയും തിരഞ്ഞെടുത്തു.
ഇൻകാസ് ഇബ്രി പുതിയതായി അംഗത്വമെടുത്തവരുടെ രണ്ടാം ഘട്ട കാർഡ് വിതരണം നടന്നു. ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി അംഗം ഷബീർ വിതരണം ചെയ്തു. ഇൻകാസ് പ്രസിഡന്റ് TS ഡാനിയലിന്റെ അധ്യക്ഷതയിൽ നടന്ന കുടുംബസംഗമത്തിൽ 100ഓളം ഇൻകാസ് കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് അൻസാരി ആറ്റിങ്ങൽ പരിപാടിയിൽ ഫാമിലി ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. സ്വകാര്യ വാഹനങ്ങളുടെ ഓപ്പറേറ്റിംഗ് ലൈസൻസ് ദീർഘിപ്പിക്കാൻ സൗകര്യമൊരുക്കി റോയൽ ഒമാൻ പോലീസ്. രജിസ്ട്രേഷൻ പുതുക്കൽ തീയതികൾ മുതൽ 1 വർഷം വരെയാണ് ലൈസൻസ് കാലാവധിയെങ്കിലും ഉടമയുടെ അഭ്യർത്ഥന പ്രകാരം ദീർഘിപ്പിച്ചു നൽകും. പോലീസ് കസ്റ്റംസ് ഇൻസ്പെക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ഹസൻ ബിൻ മൊഹ്സിൻ അൽ ഷറൈക്കിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഗതാഗത നിയമത്തിന്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളിൽ ചില ഭേദഗതികൾ വരുത്തിയാണ് ഈ ഉത്തരവ്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് പിറ്റേന്ന് മുതൽ ഉത്തരവ് പ്രാബല്യത്തിലാകും. വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിലാണ് ഉടമയുടെ അഭ്യർത്ഥന പ്രകാരം ലൈസൻസ് കാലാവധി നീട്ടി നൽകുക. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഓരോ വർഷവും പരിശോധിക്കേണ്ടി വരും. കാലാവധി മാനദണ്ഡത്തിൽ നിന്ന് കൃഷിക്ക് ഉപയോഗിക്കുന്ന ട്രാക്ടറുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. നേരത്തെ സ്വകാര്യ വാഹനങ്ങളുടെ പ്രവർത്തന ലൈസൻസ് കാലാവധി 1 വർഷമായിരുന്നു. സർക്കാർ, നയതന്ത്ര, കോൺസുലാർ, സർക്കാർ അക്രഡിറ്റേഷനുള്ള സംഘടനകൾ എന്നിവയുടെ വാഹനങ്ങളുടെ കാലാവധി ഇനി 2 വർഷം വരെയാണ് ഉണ്ടാകുക. ഇതോടെ ഇവയ്ക്കുള്ള പ്രത്യേക അവകാശം ഇല്ലാതായി. ഹരിപ്പാട് പ്രവാസി അസോസിയേഷൻ ഒമാൻ വിഷു, ഈസ്റ്റർ, ഈദ് ആഘോഷം ഒന്നാണ് നമ്മൾ വിപുലമായ കലാപരിപാടികളോടെ അരങ്ങേറി. പ്രസിഡന്റ് കൈലാസ് നായരുടെ അധ്യക്ഷതയിൽ ആരംഭിച്ച ചടങ്ങിൽ മുഖ്യാതിഥികളായ ഒമാനി നടൻ ഡോക്ടർ താലിബ് അൽ ബലൂഷിയും കേരള കയർഫെഡ് ചെയർമാനും ഹരിപ്പാടിന്റെ മുൻ MLAയും കൂടിയായ TK ദേവകുമാറും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. മീഡിയ പ്രതിനിധിയായി ഖബീർ യൂസഫും ഹാപ്പ പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളായ വിനീത് കുമാർ, വിപിൻ വിശ്വൻ, സജിത വിനോദ്, അനു പൂജ എന്നിവരും ചേർന്ന് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന മകനെ കാണാൻ നാട്ടിലെത്താൻ കഴിയാതെ ദുരിതത്തിലായി മലയാളി യുവതി ഒടുവിൽ നാടണഞ്ഞു. എറണാകുളം സ്വദേശിനിയായ യുവതിയാണ് KMCCയുടെ സഹായത്താൽ നാട്ടിലേക്ക് മടങ്ങിയത്. തൊഴിലുടമ ലീവ് അനുവദിക്കാത്തതിനെ തുടർന്നായിരുന്നു വിഷയത്തിൽ KMCC ഇടപെടുന്നത്. 8 മാസങ്ങൾക്ക് മുമ്പാണ് ഇവർ വീട്ടുജോലിക്ക് ഒമാനിലെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ മകൻ നാട്ടിൽ അപകടത്തിൽപ്പെടുന്നതും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും. മകൻ വെന്റിലേറ്ററിലാണെന്നറിയിച്ചിട്ടും തൊഴിലുടമ യുവതിക്ക് ലീവ് അനുവദിച്ചില്ല. വീട്ടുകാർ വിവരമറിയിച്ചതിനനുസരിച്ച് ദുബായ് പ്രവാസി ആഷിഖ് റൂവി KMCC ട്രഷറർ മുഹമ്മദ് വാണിമേലിനെ ബന്ധപ്പെടുകയായിരുന്നു. വിഷയം മസ്കത്ത് KMCC കെയർ വിഭാഗം മബേല KMCCയെ അറിയിച്ചു. സംഭവം ഇന്ത്യൻ എംബസിയെ ധരിപ്പിക്കുകയും തുടർന്ന് തൊഴിലുടമയുമായി നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് പോകാൻ യുവതിക്ക് സാധിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.